നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്നത് കുറ്റാന്വേഷണ ഹൊറർ സാഹിത്യ രംഗത്തെ അതികായനായ എഴുത്തുകാരനായിരുന്ന തോമസ് ടി അമ്പാട്ടിൻ്റെ ശവം മാന്തികൾ, ഒരു സ്ഫടികം ബുക്സ് പ്രസിദ്ധീകരണം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരം എന്തു ചെയ്തു? യുവാവും ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനുമായ ഡിറ്റക്റ്റീവ് ഓഫീസർ ഡോക്ടർ റോയി പോലീസ് ചീഫ് നരേന്ദ്രനാഥിനോട് ചോദിച്ചു. അതിപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പൈപ്പിൽ അവശേഷിച്ചിരുന്ന പുകയിലൂടെ അംശം ആശ്രയിലേക്ക് തട്ടിയിട്ട് ചീഫ് നരേന്ദ്രനാഥ് തുടർന്നു. താങ്കൾ വന്നതിനു ശേഷമേ അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാവൂ എന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു. കാരണം ഇതൊരു അസാധാരണ കൊലപാതകമായി എനിക്ക് തോന്നുന്നു. സർ, എന്താണ് ഉദ്ദേശിക്കുന്നത്? വ്യക്തമാക്കൂ. പറയാം, പക്ഷേ അതിന് സമയം അല്പം കൂടുതൽ വേണ്ടി വന്നേക്കും. അതിനു മുമ്പ് താങ്കൾക്ക് എന്താണ് കുടിക്കാൻ? എന്താണെങ്കിലും വിരോധമില്ല, എങ്കിലും തണുത്ത ബിയറാണെങ്കിൽ നന്നായിരിക്കും. ചീഫ് എഴുന്നേറ്റ് ഫ്രിഡ്ജിൽ നിന്നും 2 ബിയറുകൾ എടുത്ത് ടീപ്പോയിൽ വെച്ചു, 2 ഗ്ലാസുകളും. എന്നിട്ട് കുപ്പി പൊട്ടിച്ച് അദ്ദേഹം തന്നെ ഗ്ലാസുകളിലേക്ക് പകർന്നു. എന്തെങ്കിലും അതിപ്രധാനമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ മാത്രമേ ചീഫ് ഡോക്ടർ റോയിയെ വിളിക്കാറുള്ളൂ. അതൊരിക്കലും ഒരു മേലുദ്യോഗസ്ഥൻ എന്ന ആധികാരികമായ പവർ വെച്ചുകൊണ്ടായിരിക്കില്ല. 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള മനസ്സു തുറന്ന ചർച്ചകൾ പോലെയാണ് അവർ ഔദ്യോഗിക സംഭാഷണങ്ങൾ നടത്തിയിരുന്നത്. കുറ്റാന്വേഷണ വകുപ്പിൽ ഇത്ര സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ ഇന്ത്യയിൽ വേറെ ഇല്ലെന്ന് നരേന്ദ്രനാഥിന് അറിയാം. അദ്ദേഹം സ്കോട്ട്ലാൻഡ് യാർഡിൽ ഉപരിപഠനം നടത്തി തിരിച്ചെത്തിക്കഴിഞ്ഞ് ഒരിക്കലും വെളിച്ചം കാണുകയില്ലെന്ന് കരുതിയിരുന്ന പല കുറ്റകൃത്യങ്ങളും തെളിയിക്കുകയും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സാഹസിക സംരംഭങ്ങളാണ് റോയി ഇഷ്ടപ്പെട്ടിരുന്നത്. പതറാത്ത മനസ്സും അടിയുറച്ച ആത്മധൈര്യവും അദ്ദേഹത്തിന്റെ കൂടപ്പിറപ്പുകളായിരുന്നു. നിറതോക്കിന് മുന്നിൽ പോലും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അമാനുഷ്യനെന്ന് സഹപ്രവർത്തകർ പോലും അദ്ദേഹത്തെ പുകഴ്ത്താറുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ വിശദമായി പരിശോധിച്ചു. ബിയർ 2 പ്രാവശ്യം സിപ്പ് ചെയ്തിട്ട് ഗ്ലാസ് താഴെ വെച്ച ശേഷം നരേന്ദ്രനാഥ് തുടർന്നു. ഹൃദയഭാഗത്തു നിന്നും ഏതാനും സൂചികൾ കിട്ടിയിട്ടുണ്ട്. അത് മരണകാരണമായിരിക്കാം. എന്നാൽ ശരീരം മുഴുവൻ വിഷാംശം വ്യാപിച്ചിരുന്നു. സൂചികളിൽ സുഷിരങ്ങൾ ഉണ്ടായിരുന്നിരിക്കും, റോയി ഇടയ്ക്ക് കയറി പറഞ്ഞു. നഗ്നനേത്രങ്ങൾക്ക് അങ്ങനെയൊന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. കാരണം താങ്കൾ പറഞ്ഞ സംശയം ഞങ്ങൾക്കും തോന്നി. ചീഫിന്റെ മറുപടി റോയിയെ ചിന്താഗ്രസ്തനാക്കി. അദ്ദേഹം അല്പസമയം നിശബ്ദനായിരുന്നു. ആ സമയം കൊണ്ട് ഗ്ലാസ്സിലെ ദ്രാവകം മുഴുവൻ ഉള്ളിലാക്കി. എന്നിട്ട് കുപ്പിയിൽ നിന്ന് പകർന്ന് ഗ്ലാസ് നിറച്ചു വെച്ചു. പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ആരായിരുന്നു? റോയുടെ ചോദ്യം പരസ്പര ബന്ധമില്ലാത്തതുപോലെയായിരുന്നു. താങ്കളുടെ സുഹൃത്ത് തന്നെ, ഡോക്ടർ റോബർട്ട്. ഗുഡ്, അതെന്തായാലും നന്നായി. അദ്ദേഹം ഒരു വിൽസ് ഫിൽറ്റർ കിങ്സിന്റെ പാക്ക് എടുത്ത് തുടർന്നു. കർച്ചീഫ് കൊണ്ട് ചൊടി അമർത്തി തുടച്ചിട്ട് സിഗരറ്റ് ചുണ്ടിൽ തിരുകി. ലൈറ്റിൽ നിന്നുതിർന്ന ചെറിയ നാളത്തിൽ അതിന്റെ അഗ്രം ജ്വലിച്ചു. വായിൽ നിറഞ്ഞ പുകപടലത്തെ പുറത്തേക്ക് ഊതി പറത്തിക്കൊണ്ട് റോയി ചീഫിന്റെ മുഖത്തേക്ക് ദൃഷ്ടികൾ പായിച്ചു. അദ്ദേഹവും ഏതോ ഗഹനമായ ചിന്തയിലായിരുന്നുവെന്ന് തോന്നി. അപ്പോൾ ആദ്യമായി എനിക്ക് ആ മൃതദേഹം ഒന്ന് കാണണം. അവിടെ തങ്ങി നിന്നിരുന്ന മൂകതയെ ഭഞ്ജിച്ചുകൊണ്ട് റോയി പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ റോബർട്ടുമായി ഞാൻ കൺസൾട്ട് ചെയ്തോളാം. പിന്നെ സൂചിയെ പറ്റിയുള്ള വിദഗ്ധന്മാരുടെ റിപ്പോർട്ട് വന്നാൽ ഉടനെ എന്നെ അറിയിക്കണം. എല്ലാം കൂടി പഠനവിധേയമാക്കിയിട്ട് വേണം അന്വേഷണത്തിന്റെ പാത എവിടെ ആരംഭിക്കണമെന്ന് തീരുമാനിക്കാൻ. എന്തായാലും ഈ കേസ് അന്വേഷണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ താങ്കൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ച ഏറ്റവും വലിയ മറ്റൊരു രഹസ്യം ഞങ്ങൾ പുറത്തുവിടാതിരിക്കുകയാണ്. അതുകൂടി താങ്കൾ അറിഞ്ഞാലേ ആദ്യ പാഠം പൂർത്തിയാകുകയുള്ളൂ. നരേന്ദ്രനാഥ് ആശ്രയിൽ തിരികിയിരുന്ന പൈപ്പെടുത്ത് പുകയില നിറച്ച് ചുണ്ടിൽ തിരുകി. തീപ്പെട്ടി ഉരച്ച് തീ പിടിപ്പിച്ചു. പുകയിലയുടെ സുഖകരമല്ലാത്ത ഗന്ധം പരത്തിക്കൊണ്ട് തീവണ്ടിയിൽ നിന്നുയർന്നതുപോലെ പുക പുറത്തേക്ക് വരുന്നു. ഗൗരവമുള്ള എന്തോ പറയാനുള്ള ഒരുക്കമാണതെന്ന് റോയ്ക്കറിയാം. പറയാനുള്ളത് വളരെ സാവധാനത്തിൽ മാത്രമേ നരേന്ദ്രനാഥ് പറയുകയുള്ളൂ. അപ്പോൾ പുകയുന്ന പൈപ്പ് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കും. തുറന്നു കിടന്ന ജനാലയിലൂടെ റോയി പുറത്തേക്ക് നോക്കി. ഇരുളിന്റെ നേരിയ ആവരണവും പൊതിച്ചുകൊണ്ട് രാത്രി സാവധാനം എത്തിയിരിക്കുന്നു. എങ്കിലും പടിഞ്ഞാറെ ചക്രവാളത്തിൽ അല്പം ചുവപ്പുരേഖ അവശേഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ചീഫിന്റെ മുഖത്തേക്ക് തന്നെ മിഴികൾ തിരിച്ചു. ഒരുപക്ഷെ താങ്കൾക്ക് അറിയാമെന്ന് തോന്നുന്നു, നമ്മുടെ മൃഗശാലയിൽ ഒരേയൊരു ഉണ്ടായിരുന്നു. അതെനിക്കറിയാം. ഞാനതിനെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഒറാങ്ങുട്ടാനും വാച്ചറുടെ കൊലപാതകവും തമ്മിലുള്ള ബന്ധം? റോയുടെ മിഴികൾ ചീഫിന്റെ മുഖത്ത് തന്നെ തറച്ചു നിന്നു.
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നരേന്ദ്രനാഥ് പൈപ്പ് ആഷ്ട്രയിൽ തിരുകിയിട്ട് ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന ബിയർ കുടിച്ചു തീർത്തു. വീണ്ടും ഗ്ലാസ് നിറച്ചു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന് വെളുപ്പിനെയാണ് വാച്ചർ മരിച്ചു കിടക്കുന്നത് കണ്ടത്. രാത്രി 8 മണി മുതൽ രാവിലെ 8 മണി വരെയായിരുന്നു അയാളുടെ ഷിഫ്റ്റ്. ഒരാൾക്ക് തുടർച്ചയായി 12 മണിക്കൂർ ജോലിയോ? അവിശ്വസനീയമായത് എന്തോ കേട്ടതുപോലെ അദ്ദേഹം ഇടയ്ക്കു കയറി ചോദിച്ചു. അതെ, അതിൽ എന്തോ അസംഭവ്യമുണ്ടെന്ന് എനിക്കും തോന്നാതിരുന്നില്ല. പക്ഷേ അയാൾ ഡബിൾ വേജസിൽ 2 ഡ്യൂട്ടികൾ ചെയ്യുകയായിരുന്നു പതിവ്. നിയമപരമായി അതിന് തടസ്സമുണ്ടോ എന്ന് ഇനി നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. അതെന്തുമാട്ടെ, ബാക്കി പറയൂ. എന്തോ ചില നിഗൂഢതകൾ ഈ കൊലപാതകത്തിന്റെ പിന്നിലുണ്ടെന്ന് ബോധ്യമായപ്പോൾ വിവരങ്ങൾ അറിയാൻ റോയി ആകാംക്ഷ പൂണ്ടു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. നമ്മൾ വളരെ കാര്യമായി സൂക്ഷിച്ചിരുന്ന ഒറാങ്ങൂട്ടാനെ കാണുന്നില്ല. വാച്ചറെ വധിച്ചത് ആ ജീവിയെ തട്ടിക്കൊണ്ടു പോകാനായിരുന്നുവെന്ന് സ്പഷ്ടം. എന്നാൽ ആ ജീവിയെ ആര് എന്തിനു തട്ടിക്കൊണ്ടുപോകണം എന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. റോയി എന്തെങ്കിലും പറയുമോ എന്നറിയാൻ നരേന്ദ്രനാഥ് ഒരു നിമിഷം നിർത്തി. പക്ഷേ അദ്ദേഹം ആലോചന നിമഗ്നനായിരുന്നതേയുള്ളൂ. ചീഫിന്റെ അവസാനത്തെ വാക്കുകൾ റോയിയുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആര് എന്തിനു തട്ടിക്കൊണ്ടുപോകണം? ഒരു മനുഷ്യനേക്കാൾ വലിപ്പമുള്ള ആ ഭീകരജീവിയെ അത്ര പെട്ടെന്ന് ആർക്കും തട്ടിക്കൊണ്ടുപോകാനാവില്ല. റോയി ചിന്തിക്കുകയായിരുന്നു. ആ ജീവി ഒരു ഉപദ്രവകാരിയുമാണ്. അത്ര പെട്ടെന്നൊന്നും അവനെ മെരുക്കിയെടുക്കാനാവില്ല. അഥവാ അവനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ? ആദ്യം അതാണ് അറിയേണ്ടത്. ഒറാങ്ങൂട്ടാനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? ഏതെങ്കിലും രീതിയിൽ അതിനെ പ്രയോജനപ്പെടുത്താൻ ആർക്കാണ് കഴിയുക? ഡോക്ടർ റോയിക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രനാഥിന്റെ ചോദ്യം പെട്ടെന്നായിരുന്നു. ചിന്തകളുടെ താഴ്വരയിൽ നിന്നും റോയി ഞെട്ടിയുണർന്നു. ആ ജീവിയെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാൻ കഴിവുള്ള ആരെങ്കിലും ആയിരിക്കണം അതിനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് എന്നാണ് എന്റെ നിഗമനം. കറക്റ്റ്, ഞാൻ ഉദ്ദേശിച്ചു തന്നെ താങ്കൾ കൃത്യമായി പറഞ്ഞു. സംതൃപ്തിയുടെ കിരണങ്ങൾ നരേന്ദ്രനാഥിന്റെ മിഴികളിൽ ദൃശ്യമായി. അദ്ദേഹം പൈപ്പിൽ തീ പകർന്നു. 2 കവിൾ പുക ആസ്വദിച്ചു. അങ്ങനെയെങ്കിൽ അതിനിവിടെ ആർക്കാണ് കൂടുതൽ സാധ്യതയെന്നാണ് അറിയേണ്ടത്. അത്രയുമായാൽ പിടിച്ചു നീങ്ങാൻ ഒരു തുരുമ്പ് കിട്ടിയതായി അനുമാനിക്കാം. അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് സംശയമുണ്ട്, റോയി പെട്ടെന്ന് പറഞ്ഞു. ഏത് സമയവും സ്വന്തം തീരുമാനങ്ങളിലും ചിന്താഗതികളിലും ഉറച്ചു നിൽക്കുന്ന അദ്ദേഹം ചീഫിന്റെ അഭിപ്രായത്തെ ഖണ്ഡിച്ചുകൊണ്ട് തുടർന്നു. ഉറാങ്ങുട്ടാനെ പോലൊരു ഭീകര ജീവിയെ കൊണ്ട് പരീക്ഷണം നടത്തുന്നവർ നിസ്സാരമായിരിക്കില്ല. കേരളത്തിന് വെളിയിൽ, ഒരു പക്ഷേ ഇന്ത്യക്ക് തന്നെ വെളിയിൽ നിന്നായിരിക്കും ആ ജീവിയുടെ ആവശ്യം വന്നിരിക്കുന്നത്. ഞാനും അതേപ്പറ്റി ആലോചിക്കാതിരുന്നില്ല, ചീഫ് പറഞ്ഞു. രാവിലെ വിവരം അറിഞ്ഞ ഉടനെ എയർപോർട്ടിലും സീപോർട്ടിലും അടിയന്തര സന്ദേശം അയച്ചിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ കടത്തിക്കൊണ്ടുപോകാൻ ഉദ്യമിച്ചാൽ നമ്മുടെ പിടിയിലമരും. അവിടെയും സാറിന് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. ഗ്ലാസ്സിൽ അവശേഷിച്ചിരുന്ന മദ്യം കുടിച്ചു തീർത്തിട്ട് ഗ്ലാസ് ടീപ്പോയിൽ വെച്ച് തിരിച്ചുകൊണ്ട് റോയ് തുടർന്നു. തികച്ചും ഭീകരമായ ഒരു കൊലപാതകവും അസാധാരണമായ ഒരു കിഡ്നാപ്പിംഗുമാണ് ഇവിടെ നടന്നത്. വിമാനം തട്ടിക്കൊണ്ടുപോകൽ പോലും എന്നൊരു നിത്യ സംഭവമാണ്. പക്ഷേ മൃഗശാലയിൽ നിന്നൊരു ജീവിയെ തട്ടിക്കൊണ്ടുപോകുക എന്നത് ലോകത്തിലേത് തന്നെ ആദ്യത്തെ സംഭവമാണ്. ഒന്ന് നിർത്തിയിട്ട് റോയി ചീഫിന്റെ മുഖഭാവം ശ്രദ്ധിച്ചു. ചുളിവുകൾ വീണ നെറ്റിയിൽ വിരലുകൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ദൃഷ്ടികൾ ഉറപ്പിച്ചുകൊണ്ട് റോയി തുടർന്നു. ഇങ്ങനെ വിചിത്രമായ സംഭവം നടക്കണമെങ്കിൽ അതിനേക്കാൾ ചില ഉദ്ദേശങ്ങളും അതിന് തക്ക ആളുകളും ഉണ്ടായിരിക്കണം. അവരൊട്ടും മോശക്കാരായിരിക്കുമില്ല. തീർച്ചയായും വൻ കൈകളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നതെന്ന് ഞാനും കരുതുന്നു. എന്തോ ആലോചിക്കുന്നതിനിടയിൽ ചീഫ് പറഞ്ഞു. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം നടന്നത്. മിക്കവാറും അത് 12 മണിക്ക് മുമ്പായിരിക്കും. 11നും 12 മണിക്കാണ് കൊലപാതകം നടന്നതെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ തട്ടിക്കൊണ്ടുപോകലിനും മൃതശരീരം നമ്മൾ കണ്ടതിനുമിടയ്ക്ക് 8 മണിക്കൂറെങ്കിലും പിന്നിട്ടിട്ടുണ്ട്. കുറ്റവാളികളെ സംബന്ധിച്ചിടത്തോളം ഈ 8 മണിക്കൂറിന്റെ വില എന്തെന്ന് അവർക്ക് നിശ്ചയമുണ്ട്. ഈ സമയം കൊണ്ട് മറ്റേതെങ്കിലും സ്റ്റേറ്റ്സിലേക്ക് അവർക്ക് കടന്നു കളയാൻ പറ്റും. കുറെ സമയത്തേക്ക് രണ്ടുപേരും നിശബ്ദരായിരുന്നു. ചീഫിന്റെ പ്രതികരണം എന്താണെന്നറിയാൻ റോയി കാത്തിരുന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് എന്തോ ഒരു പരാജയബോധം നേളിക്കുന്നത് പോലെ തോന്നി. ചിലപ്പോൾ ഇങ്ങനെയൊന്നും സംഭവിക്കണമെന്നില്ല. റോയി ചീഫിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സമാധാനിപ്പിച്ചു. ഒരുപക്ഷെ ഇവിടെ തന്നെ എവിടെയെങ്കിലും അണ്ടർഗ്രൗണ്ടിൽ അതിനെ ഒളിപ്പിച്ചിട്ടുണ്ടാവും. എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ കണക്കുകൂട്ടലുകൾ ശരിയായെന്ന് വരില്ല. നമ്മുടെ ഓരോ നീക്കങ്ങളും യുക്തിപൂർവമായിരിക്കണം. ഒരല്പം പിഴവ് സംഭവിച്ചാൽ ഒരു രാഷ്ട്രത്തെ അട്ടിമറിക്കാൻ ഇത്തരക്കാർക്ക് കഴിഞ്ഞെന്ന് വരും.
റോയി സംസാരിച്ചു നിർത്തിയപ്പോഴേക്കും നരേന്ദ്രനാഥിന്റെ നെറ്റിയിലൂടെ വേർപ്പ് തുള്ളികൾ ചാലിട്ടൊഴുകിയിരുന്നു. എന്തെങ്കിലും ഒരു സമാധാനം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഡിപ്പാർട്ട്മെന്റിൽ കയറിയിട്ട് 22 വർഷങ്ങളായി. ഔദ്യോഗിക കാര്യത്തിൽ ഇന്നേ വരെ ഒരു ബുദ്ധിമോശവും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് അല്പം അപാകത പറ്റിയതുപോലെ തോന്നുന്നു. ഇന്ത്യയിലുടനീളം വയർലെസ് സന്ദേശം അയക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ഒരു രാത്രിയും ഒരു പകലും പിന്നിട്ടിരിക്കുന്നു. റോയി പറഞ്ഞതായി തട്ടിച്ചു നോക്കുമ്പോൾ രക്ഷപ്പെടാനുള്ള സമയം അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. വാച്ചിൽ നോക്കിക്കൊണ്ട് റോയി എഴുന്നേറ്റു. ഞാനും താങ്കൾക്കൊപ്പം വരാം, ചീഫ് പറഞ്ഞു. ആദ്യം ആ മൃതശരീരം ഒന്ന് കാണട്ടെ, പിന്നെ മൃഗശാലയിലും പോകണം. അവിടെ രാത്രി പോയിട്ട് കാര്യമില്ല, അതിനി രാവിലെ ആകാം. കൂടുതൽ സംസാരിച്ചു നിൽക്കാതെ റോയും ചീഫും ജീപ്പിൽ കയറി. സമയം 8 കഴിഞ്ഞിരുന്നു. പോർച്ചിൽ നിന്നും ജീപ്പ് ഇറക്കുമ്പോൾ വിവിധങ്ങളായ ചിന്തകൾ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഭരിച്ചിരുന്നു. ഗേറ്റ് കടന്ന് മെയിൻ റോഡിലേക്ക് ജീപ്പ് ഇറങ്ങിയതും സുന്ദരിയായ ഒരു മിനി സ്കേർട്ടുകാരി റോഡിന്റെ മധ്യഭാഗത്തേക്ക് മാറി നിന്ന് കൈ കാണിച്ചതും ഒരുമിച്ചായിരുന്നു. റോയി ബ്രേക്കിൽ കാലമർത്തി. പെട്ടെന്ന് അവൾ കയ്യിലിരുന്ന ഗ്രനേഡ് വണ്ടിയുടെ നേർക്ക് വലിച്ചെറിഞ്ഞു. ഒരു നിലവിളി ചീഫിന്റെ തൊണ്ടയിൽ കുടുങ്ങി. തികച്ചും ഐതിഹാസികമായ ഒരു നിമിഷം. റോയുടെ ചലനം കണ്ണുകൾക്ക് കാണാവുന്നതിനേക്കാൾ വേഗതയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ അറിയപ്പെടുന്ന കുറ്റവാളികളുടെയും ഭീകരപ്രവർത്തകരുടെയും ഇടയിൽ അദ്ദേഹത്തിന് ഒരു അപരനാമധേയം ലഭിച്ചിട്ടുണ്ട്, ഡെവിൾ. അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണക്ക് കൂട്ടിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മിന്നലാക്രമണം എതിരാളിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമായിരിക്കും. ഇപ്പോഴും സംഭവിച്ചത് അതുതന്നെയാണ്. റോഡിന്റെ മധ്യത്തിലേക്ക് മാറി നിന്ന പെൺകുട്ടി ഒരു മിത്രമായിരിക്കാൻ സാധ്യതയില്ലെന്ന് റോയ്ക്ക് തോന്നി. ബ്രേക്കിൽ കാലമർത്തുന്നതിനു മുമ്പ് തന്നെ പാൻസിന്റെ പോക്കറ്റിൽ കിടന്ന റിവോൾവർ വലതു കൈയിൽ എത്തിയിരുന്നു. അതിന്റെ ലക്ഷ്യം അവളെ നേർക്കുമായിരുന്നു. അവൾ ഗ്രനേഡ് വലിച്ചെറിയാൻ വേണ്ടി ഉയർത്തിയ കൈത്തണ്ടയിൽ തന്നെ കൃത്യമായി ബുള്ളറ്റ് തറയ്ക്കുകയും ചെയ്തു. ഇതെല്ലാം ഒരു ഞൊടിയുടെ കൊണ്ട് കഴിഞ്ഞു. ഒരു പ്രത്യാക്രമണം പ്രതീക്ഷിച്ചിരിക്കാത്ത പെൺകുട്ടിക്ക് ആ മാരകായുധം ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. വീശിയെറിയപ്പെട്ട ഗ്രനേഡ് റോഡിന്റെ മറ്റൊരു ഭാഗത്ത് ചെന്നുവീണ് പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിന്റെ ശബ്ദം ഭയങ്കരമായിരുന്നു. കൈത്തണ്ടയിൽ വെടിയേറ്റ പെൺകുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒറ്റ കുതിപ്പിന് റോയി അവളുടെ മുന്നിലെത്തി. ഒരു ഗ്രനേഡ് മാത്രം കയ്യിൽ വെച്ചുകൊണ്ട് അവൾ ഇങ്ങനെയൊരു സാഹസത്തിന് ഒരുമ്പൊടുകയില്ലെന്ന് റോയിക്ക് അറിയാമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം അവളെ പരിശോധിച്ചു. മിനി സ്കേർട്ടിനുള്ളിൽ തുടയോട് ചേർത്ത് ഇലാസ്റ്റിക് കൊണ്ട് ബന്ധിച്ചിരുന്ന ഒരു റിവോൾവർ അദ്ദേഹം കസ്റ്റഡിയിലെടുത്തു. ആയുധം സൂക്ഷിക്കാൻ അവൾ കണ്ടുപിടിച്ച സ്ഥലം കൊള്ളാമെന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു കാരണവശാലും ആരും കയ്യേറാൻ ശ്രമിക്കാത്ത ഇടം തന്നെ. മിനിറ്റുകൾ ഇടവിട്ട് വാഹനങ്ങൾ ചീറിപ്പായുന്ന ആ റോഡിൽ നിൽക്കുന്നത് കുഴപ്പമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതിനേക്കാൾ ഉപരി ഇവളെ സൂക്ഷിക്കാൻ നിയത്തരായിരിക്കുന്നവർ ചുറ്റുപാടുകളിൽ എവിടെയെങ്കിലും പതിയിരിക്കുന്നുണ്ടാവാം. തൊട്ടടുത്തെങ്ങും കെട്ടിടങ്ങളൊന്നും ഇല്ലാതിരുന്നത് ഭാഗ്യം. അല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കെട്ടിടങ്ങളുടെ മറവിൽ പതിയിരുന്ന് ആക്രമിക്കാനും ശത്രുക്കൾക്ക് കഴിയും. താൻ സമരരംഗത്തിറങ്ങിക്കഴിഞ്ഞുവെന്ന് റോയ്ക്ക് ബോധ്യമായി. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഒരാക്രമണം ആരംഭിക്കുമായിരുന്നില്ല. അതുപോലെ ശത്രുക്കൾ അതിശക്തന്മാരുമാണ്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏതൊരു നീക്കത്തെയും അപ്പോഴപ്പോൾ അറിയുന്നവരാണിവർ. അതീവ രഹസ്യമായ മെസ്സേജ് അനുസരിച്ചാണ് താൻ ചീഫിനെ സന്ദർശിച്ചത്. എന്തിനെക്കുറിച്ച് സംസാരിക്കുവാനാണെന്ന് പോലും അറിയിച്ചിരുന്നില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു ആക്രമണം നടക്കണമെങ്കിൽ... ഹലോ റോയ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ? പോലീസ് ചീഫ് നരേന്ദ്രനാഥിന്റെ ശബ്ദം കേട്ട് ഒരു നിമിഷത്തെ ചിന്തയിൽ നിന്നും വർത്തമാനകാലത്തേക്ക് വന്നു. യെസ് സർ, ഒന്നും സംഭവിച്ചില്ല, റോയി പ്രതിവചിച്ചു. എന്തെങ്കിലും ഒന്നും ഉണ്ടാകുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ അതിനു മുമ്പേ ഞാൻ പ്രതിരോധ നടപടി സ്വീകരിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളിൽ ഇരുന്ന് ചിലർ എത്തി വലിഞ്ഞു നോക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇനിയും അവിടെ നിന്ന് സംസാരിക്കുന്നത് പന്തിയല്ലെന്ന് റോയ്ക്ക് ബോധ്യമായി. അതിനിടെ ഒരു കാറ് അവരുടെ സമീപത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്താണ് സാർ, എന്താണുണ്ടായത്? പോലീസ് ചീഫ് നരേന്ദ്രനാഥിന് പരിചയമുണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നത്, മിസ്റ്റർ മൈക്കിൾ. കുഴപ്പമൊന്നുമില്ല മൈക്കിൾ. നാശമായല്ലോ എന്ന് കരുതി അയാളെ പറഞ്ഞുവിടാൻ വേണ്ടി ചീഫ് പറഞ്ഞു. ഞങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിനിടയിലെ ഒരു നിമിഷം മാത്രം. ഇപ്പോൾ ഞങ്ങൾ അല്പം തിരക്കിലാണ്. നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്താണ് ഉണ്ടായതെന്ന് പറയൂ. മിസ്റ്റർ മൈക്കിൾ തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് തന്നെ തുടർന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ കൂടി രക്തമൊഴുകുന്നു. എന്റെ സഹായം എന്തെങ്കിലും? അയാൾ അർദ്ധോക്തിയിൽ നിർത്തി. തൽക്കാലം ഒന്നും വേണ്ട സുഹൃത്തെ, ഞങ്ങൾക്ക് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളെ എവിടുള്ളൂ. റോയിയാണത് പറഞ്ഞത്. കൂടെയുള്ള ആളെ മനസ്സിലായില്ലല്ലോ സർ?
അയാൾ ഒരു ശല്യം തന്നെയാണെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നി. അല്പം കനത്ത സ്വരത്തിൽ നരേന്ദ്രനാഥ് പറഞ്ഞു. ഇത് ഡിറ്റക്റ്റീവ് ഓഫീസർ ഡോക്ടർ റോയ്. ഈ പെൺകുട്ടി ആരാണെന്ന് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് പിന്നീട് സംസാരിക്കാമെന്ന്. ഓ, ഡോക്ടർ റോയ്, അയാൾ അത്ഭുതം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. നേരിൽ കാണാൻ കഴിഞ്ഞത് ഇപ്പോഴാണ്. എന്തായാലും വളരെ സന്തോഷം. പക്ഷേ എനിക്കിപ്പോൾ ദുഃഖം തോന്നുന്നു, റോയി ഈർഷ്യയോടെ പറഞ്ഞു. വാട്ട്? അതെന്താണ് താങ്കൾ അങ്ങനെ പറഞ്ഞത്? അയാൾ ഒരു ചുറ്റിയ പാമ്പാണെന്നും അത് കടിച്ചേ മാറുകയുള്ളൂ എന്നും റോയ് തീരുമാനിച്ചു. സുഹൃത്തെ, ഞങ്ങൾ വളരെ ഗൗരവമുള്ള ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുകയാണ്. തൽക്കാലം സംസാരിച്ചു കളയാനുള്ള സമയമല്ല ഞങ്ങളുടേത്. സോറി, ഞാൻ അത്രയും ചിന്തിച്ചില്ല, അയാൾ രസിക്കാത്ത മട്ടിൽ പറഞ്ഞു. ഒരു പെൺകുട്ടി കയ്യിൽ രക്തവും ഒഴുക്കിക്കൊണ്ട് റോഡിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അത് അന്വേഷിക്കേണ്ട വാർഷികമായ കടമ എനിക്കുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്രയും സംസാരിക്കേണ്ടി വന്നത്. അയാൾ പെട്ടെന്ന് കാറ് മുന്നോട്ടെടുത്തു. അപ്പോഴും എന്തോ പെറുവിറുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രനാഥോ റോയിയോ അത് ശ്രദ്ധിക്കാൻ പോയില്ല. ആ വഴി കടന്നു പോകുന്ന വണ്ടിക്കാരെല്ലാം തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന ബോധം അവരെ കർമ്മനിരതരാക്കി. ചിലപ്പോൾ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ ശത്രുചാരൻ ഉണ്ടായെന്ന് വരാം. മിനിറ്റുകൾക്കകം അവന്റെ കേന്ദ്രത്തിൽ സഹപ്രവർത്തക പിടിക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ടെത്തും. ഒരുപക്ഷെ അവന്റെ നിറത്തോക്ക് തങ്ങളുടെ നേരെ ഗർജിച്ചെന്നും വരാം. മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം പ്രബലമായ ഏതോ ഗൂഢസംഘം രംഗത്തുണ്ട്. ഒരു നിമിഷം പോലും കളയാതെ അവർ ആ യുവതിയെ പിടിച്ച് ജീപ്പിന്റെ ഫ്രണ്ട് സീറ്റിലിരുത്തി. അടുത്തു തന്നെ നരേന്ദ്രനാഥും കയറിയിരുന്നു. അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ റോയി ജീപ്പ് തിരിച്ചുവിട്ടു. തൽക്കാലം ഏറ്റവും സുരക്ഷിതമായ സ്ഥലം അവിടെ തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പെണ്ണെ, ചോദിക്കുന്നതിന് വളച്ചുകിട്ടില്ലാതെ സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ നിന്നെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാം. ചീഫിന്റെ മുറിയിലെത്തിയ ഉടനെ മുറിവിൽ നിന്നും രക്തം നഷ്ടപ്പെടാതെ ഒരു ഫസ്റ്റ് എയ്ഡ് നടത്തി ഒരു ഗ്ലാസ് ഓറഞ്ച് സ്ക്വാഷ് കുടിക്കാനും കൊടുത്തിട്ട് റോയി പറഞ്ഞു. എനിക്ക് അറിയാവുന്നത് എന്താണെങ്കിലും പറയാം സർ. എന്നെ ഉപദ്രവിക്കാതിരുന്നാ മതി. അവൾ വേദന കൊണ്ട് വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. ബുള്ളറ്റ് കൈത്തണ്ട തുളച്ച് അപ്പുറം പോയിട്ടുണ്ടെന്ന് റോയിക്ക് അറിയാമായിരുന്നു. എത്രയും വേഗം അവളെ ആശുപത്രിയിൽ എത്തിക്കണമെന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ ചോർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ചിലപ്പോൾ പിന്നീടത് സാധിച്ചെന്ന് വരില്ലെന്നും അദ്ദേഹത്തിന് തോന്നി. റോയുടെ അന്വേഷണ പരിധിയിൽ അപൂർവമായിട്ട് എന്തെങ്കിലും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റവരെ ഹോസ്പിറ്റലാക്കിയിട്ട് അവർ നോർമലായി കഴിഞ്ഞ് അന്വേഷിക്കാമെന്ന് കരുതി പോരുകയും മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് എങ്ങനെയോ അവർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവം കഴിയുന്നതും ആവർത്തിക്കരുതെന്ന് അദ്ദേഹം ഉറച്ചിരുന്നു. ആദ്യമായി നിന്റെ പേരെന്താണെന്ന് അറിയണം. പിന്നെ ആ ഗ്രനേഡ് നീ എന്തിനാണ് എറിഞ്ഞതെന്നും അത് ആരാണ് നിന്നെ ഏൽപ്പിച്ചതെന്നും വിശദമായി പറയണം. റോയി അത് ചോദിച്ചിട്ട് അവളുടെ മുഖത്ത് തന്നെ ദൃഷ്ടികൾ ഉറപ്പിച്ചിരുന്നു. നരേന്ദ്രനാഥും അവളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. അദ്ദേഹം എന്തോ ഗഹനമായ ചിന്തയിലായിരുന്നുവെന്ന് ആ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ചുണ്ടത്തെരിയുന്ന പൈപ്പും നെറ്റിയിലെ ചുളിവുകളും അതിൻ്റെ പ്രതിഫലനങ്ങളായിരുന്നു. എൻ്റെ പേര് രോഷിനി. പരിക്കേറ്റ വലതു കൈത്തണ്ടയിൽ ഇടതുകൈ അമർത്തി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആ സാധനം എൻ്റെ കയ്യിൽ തന്നത് ആരാണെന്ന് എനിക്കറിയില്ല. 1 മണിക്കൂർ മുമ്പ് അപരിചിതനായ ഒരാളാണ് അതെന്നെ ഏൽപ്പിച്ചത്. യാതൊരു പരിചയമില്ലാത്തയാൾ നിങ്ങളെ അത് ഏൽപ്പിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കണോ? റോയി പെട്ടെന്ന് ഇടയ്ക്ക് കയറി ചോദിച്ചു. ഞാൻ പറയുന്നത് സത്യമാണ് സർ, മിസ് റോഷിനി ഗദ്ഗദകണ്ഠയായി പറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് ഒരു ദീർഘകായൻ എൻ്റെ മുറിയിൽ വന്നു. ആ ഗ്രനേഡും 5000 രൂപയും എന്നെ ഏൽപ്പിച്ചു. ഇവിടെ നിന്ന് ഇറങ്ങി വരുന്ന ജീപ്പിന് നേരെ അത് എറിയണമെന്ന് നിർദ്ദേശിച്ചു. ആദ്യമേ ഞാൻ എതിർക്കുകയാണ് ചെയ്തത്. പിന്നെ പച്ചനോട്ടുകൾ കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചല്ലേ? അത്രയും സമയം നിശബ്ദനായിരുന്ന നരേന്ദ്രനാഥ് പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഒരിക്കലുമില്ല. ആ പണം കണ്ടപ്പോൾ ഞാൻ കൂടുതൽ ഭയപ്പെടുകയായിരുന്നു. റോയുടെ നിർദ്ദേശമനുസരിച്ച് മിസ് റോഷിനി ഒരു സെറ്റിയിലിരുന്നു. എന്നിട്ട് സാവധാനം തുടർന്നു. എൻ്റെ നേരെ റിവോൾവർ ചൂണ്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ഇത് ചെയ്യാത്ത പക്ഷം നാളെ ഇതേ നേരത്ത് നിന്റെ ശരീരം കടലിൽ പൊങ്ങിക്കിടക്കുമെന്നും ബുദ്ധിപൂർവം പ്രവർത്തിച്ചാൽ 1 വർഷം ജോലി ചെയ്താൽ കിട്ടുന്ന അത്ര പണം 1 മണിക്കൂർ കൊണ്ട് കിട്ടുമെന്നും. ആരെയാണ് എറിയാൻ പോകുന്നതെന്ന് എന്തെങ്കിലും ഒരു ഊഹം മിസ് റോഷിനിക്കുണ്ടായിരുന്നോ? മറ്റൊരു ചോദ്യം റോയ് തൊടുത്തുവിട്ടു. ഒരിക്കലുമില്ലായിരുന്നു സർ. സത്യത്തിൽ അതൊരു ഗ്രനേഡ് ആണെന്നോ അത് എറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അല്പസമയം റോയി ആലോചനാ നിമഗ്നനായിരുന്നു. അവൾ പറയുന്നത് അതേപടി വിശ്വസിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അതിസമർത്ഥയാണ് അവളെന്ന് അദ്ദേഹം കരുതി.
ഒരു നിമിഷം റോയിയുടെ സൂക്ഷ്മ ദൃഷ്ടികൾ അവളെ ആകെ ഒന്നൊഴിഞ്ഞു. കഷ്ടിച്ച് 22 വയസ്സിൽ കൂടുതൽ കാണില്ല. മിനി സ്കർട്ടിന്റെ ഇറക്കം സാധാരണയിൽ കുറവാണ്. ചുവന്നു തുടുത്ത തുട നന്നായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. മലയാളം നന്നായി സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു ബംഗാളി യുവതിയുടെ ഛായയായിരുന്നു അവൾക്ക്. മിസ് റോഷ്നി എന്തു ചെയ്യുന്നു? അവിടെ തങ്ങി നിന്നിരുന്ന മൂകതയ്ക്ക് വിരാമമിട്ടുകൊണ്ട് റോയ് ചോദിച്ചു. കലക്ട്രേറ്റിൽ LD ക്ലർക്കായി ജോലി ചെയ്യുന്നു. ആ മറുപടിയും റോയ്ക്ക് തൃപ്തികരമായി തോന്നിയില്ല. കാഴ്ചയിൽ ഏതോ പരസ്യ കമ്പനിയുടെ മോഡലായി പണിയെടുക്കുന്നവളാണെന്നേ റോഷ്നിയെ കണ്ടാൽ തോന്നുമായിരുന്നുള്ളൂ. മിനിറ്റുകൾ കൊണ്ട് ഒരാളെ പഠിക്കാൻ കഴിയുന്ന ആ കുറ്റാന്വേഷണ വിദഗ്ധന് അവൾ പറയുന്നതെല്ലാം കള്ളവും കബളിപ്പിക്കലുമാണെന്നാണ് തോന്നിയത്. ഇവിടെ നിന്നും 1/2 ഫർലോങ് അകലെ ഒരു വാടക വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കൂടെ ആരുമില്ല. കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണീർ തുള്ളികൾ കൈപ്പട കൊണ്ട് തുടച്ചു കളഞ്ഞിട്ട് അവൾ തുടർന്നു. എനിക്ക് അച്ഛൻ മാത്രമേ ഉള്ളൂ. അദ്ദേഹം ബോംബെയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നിങ്ങളുടെ വീടിനടുത്ത് ആരാണ് താമസം? ഒരു ഡോക്ടറും കുടുംബവും. നിങ്ങളുടെ കയ്യിൽ ഗ്രനേഡും പണവും തന്ന ആളിനെ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടതായി ഓർമ്മിക്കുന്നുണ്ടോ? മർമ്മപ്രധാനമായ ആ ചോദ്യം റോയിൽ നിന്നുണ്ടായത് പെട്ടെന്നായിരുന്നു. അവൾ പകപ്പോടെ ചുറ്റും നോക്കി. ഉണ്ട് സർ, ഞാൻ പറയാം. അയാൾ ആ ഒരു ഞരക്കത്തോടെ മിസ് റോഷ്നി പിന്നിലേക്ക് മറിഞ്ഞു. അതേ നിമിഷത്തിൽ റോയുടെ ബൂട്ട്സ് ഇട്ട കാലും നരേന്ദ്രനാഥിന്റെ സെറ്റിയിൽ അമർന്നു. വല്ലാത്തൊരു ശബ്ദത്തോടെ ചീഫ് കമിഴ്ന്നടിച്ചു വീണു. മരണവുമായി മുഖാമുഖം കാണുന്ന നിമിഷങ്ങളിൽ പോലും റോയി ചഞ്ചലചിത്തനാവാറില്ല. അപകടങ്ങളുടെ മുന്നിൽ ആത്മധൈര്യം കൈവിടാതെ അതിവേഗം പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയരഹസ്യം. അദ്ദേഹത്തിന്റെ ചലനം എതിരാളിയേക്കാൾ 1000 മടങ്ങ് വേഗത്തിലായിരിക്കും. റോയി എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിനു മുമ്പ് തന്നെ നരേന്ദ്രനാഥ് മൊസൈക് തറയിൽ കമിഴ്ന്നു വീണ് കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്തേക്ക് സെറ്റി മറിഞ്ഞു വീണു. അതേ നിമിഷത്തിൽ എതിർവശത്തേക്ക് റോയും മറിഞ്ഞു. എന്നിട്ടൊരു കൊള്ളിയാൻ മിന്നലിന്റെ വേഗതയിൽ അടുത്തു കിടന്ന സോഫാക്കം ബെഡിന്റെ കീഴിലേക്ക് ഉരുണ്ടുമാറി. അത്ര ഉരുളിച്ചകൾക്കിടയിൽ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും അദ്ദേഹം റിവോൾവർ കയ്യിലെടുത്തു. ആ വാതിലിൽ നിന്നും ഒരു ദീനരോധനം ഉയർന്നു. ഒരേ ഒരു പ്രാവശ്യമേ അദ്ദേഹത്തിന് നിറയൊഴിക്കേണ്ടി വന്നുള്ളൂ. ഒരിക്കലും പിഴവ് പറ്റാത്ത ഉന്നം റോയുടെ അനുഗ്രഹീതമായ ഒരു കഴിവായിരുന്നു. പോർച്ചിന്റെ സൈഡിലെ തുറന്നു കിടക്കുന്ന ജനാലയുടെ സമീപം ഒരു നിഴൽ നീങ്ങുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ റോഷ്നിക്കും വെടിയേറ്റ് കഴിഞ്ഞിരുന്നു. സൈലൻസർ ഘടിപ്പിച്ചതോ മറ്റേതെങ്കിലും തരത്തിലുള്ള അത്യാധുനിക ആയുധമോ ആയിരുന്നു കൊലയാളി പ്രയോഗിച്ചത്. ട്രിഗറിൽ വിലരമർത്തുന്ന ശബ്ദം പോലും കേൾക്കുകയില്ല. അടുത്തതായി മരിച്ചു വീഴാൻ പോകുന്നത് താനോ ചീഫോ ആയിരിക്കാമെന്ന് റോയിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഒന്ന് ശബ്ദിക്കാൻ പോലും അവസരം കൊടുക്കാതെ ചീഫിന്റെ സെറ്റി അദ്ദേഹം ചവിട്ടി മറിച്ചത്. ഒരു ഏകദേശ കണക്കുകൂട്ടൽ വെച്ചുകൊണ്ടാണ് റോയി ജനാലയിലൂടെ നിറയൊഴിച്ചത്. പോർച്ചിൽ നിന്നും കരച്ചിലുയർന്നതും റോയി ചാടി എഴുന്നേറ്റതും ഒന്നിച്ചായിരുന്നു. മറ്റൊന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം പുറത്തേക്ക് കുതിച്ചു. ആരോ ഒരാൾ ഗേറ്റ് കടന്ന് ഇരുളിലൂടെ അതിവേഗം ഓടി മറയുന്നത് ഒരു മിന്നായം പോലെ അദ്ദേഹം കണ്ടു. ഗേറ്റ് വരെ റോയി പിന്തുടർന്നോടി. ബംഗ്ലാവിന്റെ പോർച്ചിലെ ബൾബിൽ നിന്ന് ഉതിരുന്ന പ്രകാശം ഗേറ്റിനപ്പുറത്തേക്ക് ലഭിച്ചിരുന്നില്ല. ഉയർന്ന മതിൽക്കെട്ടും പ്രകാശത്തിന് മറ സൃഷ്ടിച്ചു. ഇരുട്ടിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹം നിന്നു. പെട്ടെന്ന് എന്തോ ബോധോദയം ഉണ്ടായതുപോലെ വന്നതിന്റെ ഇരട്ടി വേഗത്തിൽ റോയി മുറിയിലേക്ക് ഓടി. അദ്ദേഹം ചെല്ലുമ്പോൾ നരേന്ദ്രനാഥ് വീണിടത്തു നിന്നും തട്ടിക്കുടഞ്ഞെണീക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ എന്തൊക്കെയാണ് അവിടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ ചീഫിന് കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ റോയി സെറ്റി പിടിച്ച് നേരെയിട്ടു. അതിലിരുന്നു കൊണ്ട് ചീഫ് ചോദ്യഭാവത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി. എക്സ്ക്യൂസ് മീ സർ, പതിഞ്ഞ സ്വരത്തിൽ റോയി പറഞ്ഞു. താങ്കളെ ഉരുട്ടിയിട്ടതിൽ ഖേദിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ആ കടുകൈ ചെയ്തില്ലായിരുന്നെങ്കിൽ പോലീസ് ചീഫ് നരേന്ദ്രനാഥ് ഈ ഭൂമുഖത്ത് നിന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. താങ്കൾ ചെയ്തതിനെപ്പറ്റി ഞാൻ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ. റോയി പറഞ്ഞത് എന്താണെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാൻ നരേന്ദ്രനാഥിന് കഴിഞ്ഞില്ല. ആ കാര്യം അദ്ദേഹത്തിന്റെ മുഖഭാവം വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. റോയി എന്തോ പറയാൻ വായ തുറന്നപ്പോഴേക്കും ചീഫിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു. താങ്കൾക്ക് തെറ്റുപറ്റുകയില്ലെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ചും അപകട സമയത്ത് താങ്കളുടെ ചലനങ്ങൾ നിർണായകമായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് എനിക്കിപ്പോഴും വ്യക്തമല്ല. ഒരു കാര്യം അങ്ങ് ഇതുവരെ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ചീഫിന്റെ മുഖത്തു നിന്നും റോഷനിലേക്ക് നോട്ടം മാറ്റിക്കൊണ്ട് റോയ് തുടർന്നു. നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ് റോഷ്നി കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പോലീസ് ചീഫ് നരേന്ദ്രനാഥിന്റെ ഉള്ളിലുയർന്ന ഞെട്ടൽ മുഖത്തും പ്രകടമായി. ഒരു ഞരക്കത്തോടെ റോഷ്നി
സെറ്റിയിലേക്ക് ചായുന്നത് അദ്ദേഹം കണ്ടതാണ്. പക്ഷേ അതേ നിമിഷത്തിൽ റോയുടെ ചവിട്ടേറ്റ് സെറ്റിയും കൊണ്ട് താഴെ വീണ ചീഫിന്റെ തടിച്ച ശരീരം മൊസൈക് തറയിലിടിച്ച് വേദനിച്ചിരുന്നു. അതിനിടെ ആ പെൺകുട്ടിയുടെ കാര്യമേ അദ്ദേഹം മറന്നുപോയി. സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം വിയർത്തുപോയി. റോയുടെ സ്ഥാനത്ത് മറ്റാരെങ്കിലുമായിരുന്നു ആ പ്രശ്നം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ യമലോകത്തേക്ക് പാസ്പോർട്ട് ലഭിച്ചു കഴിയുമായിരുന്നു. ഒരു ഡിറ്റക്റ്റീവ് ഉദ്യോഗസ്ഥൻ 1000 കണ്ണുള്ളവനും 1000 ബുദ്ധിമാന്മാരെക്കാൾ ബുദ്ധിമാനും ആയിരിക്കണം എന്ന് ചീഫിന് തോന്നി. വികാര വിക്ഷേപം കൊണ്ട് ഒരു മിനിറ്റ് സമയത്തേക്ക് സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോൾ കയ്യിൽ കിട്ടിയ തുമ്പം നഷ്ടപ്പെട്ടിരിക്കുന്നു. നിരാശ കലർന്ന ശബ്ദത്തിൽ ചീഫ് തുടർന്നു. നിശ്ചയമായും മൃഗശാല മുതൽ ഇവിടം വരെയുള്ള സംഭവങ്ങളെല്ലാം ഒറ്റ ചങ്ങലയിലെ കണ്ണുകളാണ്. ആ ചങ്ങല ബലവത്താണെന്നുള്ളതിന് തെളിവാണ് മിനിറ്റുകൾക്കുള്ളിൽ നടന്ന ഈ 2 ആക്രമണങ്ങൾ. വളരെ ശരിയാണ്. ചീഫിന്റെ അഭിപ്രായത്തോട് റോയി പൂർണ്ണമായും യോജിച്ചു. എന്തായാലും ഈ കേസിൽ തുടക്കത്തിൽ തന്നെ തലയിടാൻ കഴിഞ്ഞത് നന്നായെന്ന് എനിക്ക് തോന്നുന്നു. അതിരിക്കട്ടെ ചീഫ്, ഈ മൃതശരീരത്തിന്റെ അനന്തര നടപടികളിലേക്ക് നമുക്ക് നീങ്ങാം. ശരി, താങ്കൾ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. ചീഫ് പെട്ടെന്ന് എഴുന്നേറ്റ് അടുത്ത മുറിയിലേക്ക് പോയി. സെറ്റിയിൽ മരിച്ചു കിടക്കുന്ന റോഷിനിയുടെ സമീപത്തേക്ക് റോയി നീങ്ങി. പ്രത്യക്ഷത്തിൽ യാതൊരു മുറിവുകളും കാണാനില്ല. സൈലൻസർ ഘടിപ്പിച്ച ഒരു റിവോൾവർ ആയിരിക്കാം ഘാതകൻ ഉപയോഗിച്ചത്. റോയി ചിന്തിക്കുകയായിരുന്നു. ട്രിഗർ അമർത്തുന്ന ശബ്ദം സംസാരത്തിനിടയിൽ കേൾക്കാതെ പോയതാവാം. പക്ഷേ ഒരു ബുള്ളറ്റ് തറച്ചു കയറിയാൽ നിശ്ചയമായും മുറിപ്പാടിലൂടെ രക്തം ഒഴുകേണ്ടതാണ്. അങ്ങനെയൊരു മുറിവിന്റെ ലക്ഷണം പുറമെ കാണാനില്ല. രോഷ്നി ഞരക്കത്തോടെ പിന്നിലേക്ക് മറിയുകയും താൻ പുറത്തേക്ക് ഓടിയിട്ട് തിരിച്ചു വന്നതിനുമിടയിൽ കഷ്ടിച്ചൊരു 3 മിനിറ്റേ നഷ്ടമായിട്ടുള്ളൂ. റോയി ചിന്തിച്ചു. നിമിഷങ്ങൾ കൊണ്ടവൾ മരിച്ചു വീണിരിക്കുന്നു. ഒരുപക്ഷെ വാച്ചറെ കൊല്ലാൻ ഉപയോഗിച്ച തന്ത്രം തന്നെയായിരിക്കും റോഷ്നിയിലും പ്രയോഗിച്ചത്. ഒറാങ്ങുട്ടാന്റെ അന്തർധാനം വളരെ ഗൗരവമുള്ള ഒന്നാണെന്ന് തീർച്ചയായിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് 2 കൊലപാതകങ്ങൾ കൂടി അതിന്റെ പിന്നിൽ നടന്നത്. ചിലപ്പോൾ ഇതിന്റെ കുരുക്കുകൾ അഴിച്ചു വരുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുളുകളായിരിക്കും നിവരുന്നത്. അകത്തെ മുറിയിൽ നിന്നും ചീഫ് ഫോണിലൂടെ സംസാരിക്കുന്നത് കേട്ടു. അദ്ദേഹം വളരെ അസ്വസ്ഥനാണെന്ന് റോയ്ക്ക് മനസ്സിലായി. ഒരു പരിധിവരെ താനും അങ്ങനെയാണല്ലോ എന്ന് അദ്ദേഹം സമാധാനിക്കുകയും ചെയ്തു. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചീഫ് പുറത്തേക്ക് വന്നു. അദ്ദേഹം എരിയുന്ന പൈപ്പ് കടിച്ചു പിടിച്ചിരുന്നു. മിസ്റ്റർ റോയ്, നമുക്ക് ആദ്യം ഈ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടത്താം. മറ്റന്വേഷണം പിന്നീടാവാം. ഒരു വിൽസ് ഫിൽറ്ററിന് തീ പിടിപ്പിച്ചുകൊണ്ട് സിറ്റിയിൽ ഇരുന്നിട്ട് റോയ് പറഞ്ഞു. ഇവൾ നമ്മളോട് പറഞ്ഞതൊന്നും ശരിയല്ലെന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ പിന്നീട് അന്വേഷിക്കാം. വാച്ചറെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഹോസ്പിറ്റലിലേക്ക് ഇത് മാറ്റാം. അവിടെ വെച്ച് എനിക്ക് ആ മൃതശരീരം ഒന്നുകൂടി കാണണം. ഞാൻ ഡോക്ടറുമായി ഒന്ന് ബന്ധപ്പെടാം. ഇപ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സജ്ജീകരണം ചെയ്യാൻ നിർദ്ദേശവും കൊടുക്കാം. ചീഫ് എഴുന്നേറ്റ് പോയപ്പോൾ റോയുടെ മിഴികൾ റോഷ്നി എന്ന യുവതിയിൽ തങ്ങി നിന്നു. ജീവിതം ആസ്വദിക്കാൻ കഴിയുന്നതിനു മുമ്പേ അവൾ എറുത്തറിയപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും ഇവളൊരു രാജ്യദ്രോഹിയായിരുന്നു. ചിലപ്പോൾ അട്ടിമറിയിലൂടെ ഭരണകൂടം തകർക്കാൻ ശ്രമിക്കുന്ന എന്തെങ്കിലും വിധ്വംസക പ്രവർത്തകരുടെ വിശ്വസ്ത സേവികയായിരിക്കാം. ഡോക്ടർ റോബർട്ട് അത്യാവശ്യമായി പുറത്തേക്ക് എവിടെയോ പോയിരിക്കുന്നു. റോയുടെ ചിന്തകൾ റോഷ്നിയെ ചുറ്റിപ്പറ്റി നിന്നപ്പോൾ ചീഫ് കടന്നു വന്ന് പറഞ്ഞു. എങ്കിലും അസിസ്റ്റന്റ് സർജൻ ഗോപികുമാർ സ്ഥലത്തുണ്ട്. അദ്ദേഹം വേണ്ടത് ചെയ്യും. പെട്ടെന്ന് പോലീസ് ജീപ്പ് പോർച്ചിൽ വന്നു നിന്നു. സർക്കിൾ ഇൻസ്പെക്ടർ പത്മരാജും സബ് ഇൻസ്പെക്ടർ ശേഖറും 3 കോൺസ്റ്റബിൾസും കൂടി സിറ്റ് ഔട്ടിലേക്ക് കടന്നു വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചീഫിനെ സല്യൂട്ട് ചെയ്തു. മിസ്റ്റർ പത്മരാജ്, നിങ്ങൾ FIR തയ്യാറാക്കൂ, ചീഫ് പറഞ്ഞു. എന്നിട്ട് മൃതശരീരം ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടവും നടത്തണം. ഈ സംഭവങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഓരോ മിനിറ്റുകളും വിലപ്പെട്ടതാണെന്ന് തോന്നുന്നു. നഷ്ടപ്പെടുന്ന ഒരു സെക്കൻഡ് പോലും കൊലയാളി രക്ഷപ്പെടാനുള്ള അവസരം സൃഷ്ടിച്ചേക്കും. ആ മുറിയെപ്പറ്റിയുള്ള വിശദീകരണവും പ്രേതത്തിന്റെ കിടപ്പും സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ മഹസർ തയ്യാറാക്കി. മിനി സ്കേർട്ടിനോടൊപ്പം അവൾ ധരിച്ചിരുന്നത് ഒരു വീനക് ബ്ലൗസ് ആയിരുന്നു. പിൻകഴുത്തിൽ ആ ബ്ലൗസിനോട് ചേർന്ന് ഏതാനും രക്തത്തുള്ളികൾ കിനിഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു. വാച്ചറുടെ മൃതശരീരത്തിലും ഇതുപോലെ കണ്ടിരുന്നുവെന്ന് പത്മരാജ് ഓർമ്മിച്ചു. ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ 2 മരണവും ഒരേപോലെ ആയിരിക്കും നടന്നിരിക്കുന്നതെന്ന് അറിയാൻ കഴിയുമെന്നും അദ്ദേഹത്തിന് തോന്നി. ഇന്നലെ കൊല്ലപ്പെട്ട വാച്ചറുടെ ഹൃദയഭാഗത്ത് ഇതേപോലെ ഏതാനും രക്തത്തുള്ളികൾ ഉണങ്ങിപ്പിടിച്ചിരുന്നു, CI വിശദീകരിച്ചു. ഒരുപക്ഷെ ഇവളുടെ കഴുത്തിന്റെ ഭാഗത്തു നിന്നും സൂചികളും കണ്ടുകിട്ടിയെന്ന് വരാം.
അങ്ങനെയേ സംഭവിക്കാൻ ന്യായമുള്ളൂ. ഗാഢമായ ചിന്തയിലാണ്ടിരുന്ന റോയി പറഞ്ഞു. നമ്മുടെ കണക്കുകൂട്ടലുകൾ സാമാന്യ രീതിയിൽ തെറ്റാറില്ല. എങ്കിലും പോസ്റ്റ്മോർട്ടം കഴിയാതെ എന്തെങ്കിലും തീർത്ത് പറയുന്നത് ശരിയല്ല. തീക്കട്ടയിൽ എറും ഭരിക്കുന്നത് പോലെയാണിത്, SI ശേഖർ അമർഷത്തോടെ പറഞ്ഞു. ചീഫിന്റെ മുറിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇത്ര ഭീകരമായൊരു കൊലപാതകം നടത്തിയിട്ട് രക്ഷപ്പെട്ടവരാരായിരിക്കും? അവർ നിസ്സാരമല്ലെന്ന് തെളിയിക്കാൻ കൂടിയാണ് ഇത് ചെയ്തത്. ഡോക്ടർ റോയിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല, SIയുടെ അഭിപ്രായം തിരുത്തിക്കൊണ്ട് നരേന്ദ്രനാഥ് പറഞ്ഞു. മിനിറ്റുകൾക്ക് മുമ്പാണ് ഇവൾ റോയിയുടെ നേർക്ക് ഗ്രനേഡ് എറിഞ്ഞത്. നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അനേകം കഷ്ണങ്ങളായി റോഡിൽ ചിതറപ്പെടുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എന്തുമാത്രം സാഹസികതയുണ്ട്. ആ റോയിയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. പിന്നീട് അവരൊന്നും പറഞ്ഞില്ല. കോൺസ്റ്റബിൾസ് 3 പേരും കൂടി മൃതശരീരം ജീപ്പിലേക്ക് കയറ്റി. ചീഫും റോയിയും പത്മരാജും കൂടി റോയിയുടെ ജീപ്പിൽ കയറി. ഹോസ്പിറ്റലിലെത്തിയ ഉടനെ ഡോക്ടർ ഗോപികുമാറിനെയും കൂട്ടിക്കൊണ്ട് റോയി വാച്ചറുടെ മൃതശരീരം സൂക്ഷിച്ചിരുന്ന മോർച്ചറിയിലേക്ക് പോയി. മോർച്ചറിയുടെ വാച്ചർ അവിടെ തന്നെ ചാരിയിരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അയാളെ തട്ടി ഉണർത്തി അവർ വാതിൽ തുറപ്പിച്ചു. വാതിൽ തുറന്നിട്ട് അയാൾ പുറത്തേക്ക് മാറി നിന്നു. അകത്ത് 25 വോൾട്ടിന്റെ ഒരു ബൾബ് പ്രകാശിച്ചു നിന്നിരുന്നു. ഉള്ളിലേക്ക് കടന്ന ഡോക്ടർ ഗോപികുമാർ ഒരലർച്ചയോടെ തറയിലേക്ക് വീണു. ഡോക്ടർ റോയി എന്ന സാഹസികനായ കുറ്റാന്വേഷകനും സ്തംഭിച്ചു നിന്നുപോയി. പുറത്ത് തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നീലാകാശത്തിനൊരു കളങ്കം പോലെ അങ്ങിങ്ങായി കാർമേഘ ശകലങ്ങൾ തെന്നി നടന്നിരുന്നു. അവയ്ക്കിടയിലൂടെ തെളിയുന്ന നക്ഷത്ര കന്യകൾ ആരെയോ കണ്ണിറുക്കി കാണിക്കുന്നത് പോലെ തോന്നി. കടല് ശോഭിച്ചിരിക്കാം. അങ്ങ് അകലെയുള്ള സമുദ്രതീരങ്ങളിലെ കരിമ്പാറ കെട്ടുകളിൽ തിരകൾ തല്ലിയുടയുന്ന ശബ്ദം ഭീതമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരു നിമിഷം മാത്രം റോയി ആ കാഴ്ച കണ്ടു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തുന്നിക്കെട്ടി മോർച്ചറിയിലെ ഐസ് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന വാച്ചർ അതേപടി എഴുന്നേറ്റ് വരുന്നു. അവിശ്വസനീയം, അസംഭവ്യം. ഭയാനകമായ ആ കാഴ്ച ഒരിക്കൽ കൂടി കാണാനുള്ള ധൈര്യം ഡോക്ടർ ഗോപികുമാറിനില്ലായിരുന്നു. അദ്ദേഹം ബോധരഹിതനായി നിലം പതിച്ചെങ്കിലും റോയി മനസംയമനം വെടിഞ്ഞില്ല. എഴുന്നേറ്റ് വരുന്ന ആ ഭീകര സ്വത്വത്തെ റോയി തുറച്ചു നോക്കി. നിശ്ചയമായും ഒരാക്രമണം ഉണ്ടാകുമെന്ന ബോധം റോയിയെ കർമ്മനിരതനാക്കി. പെട്ടെന്ന് അദ്ദേഹം പാൻസിന്റെ പോക്കറ്റിൽ നിന്നും റിവോൾവർ പുറത്തെടുത്തു. റിവോൾവർ എടുത്തെങ്കിലും ആ രൂപത്തെ വെടിവെക്കാൻ അദ്ദേഹം ഒന്ന് അറച്ചു. കാരണം ഇങ്ങനെയൊരു അനുഭവം ഇതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. തലേന്ന് ഏതോ ഘാതകനാൽ കൊല്ലപ്പെടുകയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മോർച്ചറിയിലെ ഐസ് പെട്ടിയിൽ നിന്നും എഴുന്നേറ്റ് വരികയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അസാധ്യമാണ്, അസംഭവ്യമാണ്. അപ്പോൾ പിന്നെ പ്രകാശിച്ചു നിന്നിരുന്ന ലൈറ്റ് പെട്ടെന്നണഞ്ഞു. അത് റോയി പ്രതീക്ഷിച്ചിരുന്നതല്ല. ഇപ്പോൾ താൻ മരണവുമായി വളരെ അടുത്തു കഴിഞ്ഞിരിക്കുകയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെയൊരു ചിന്ത ഉള്ളിൽ കിടന്ന അതേ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ വിരല് ട്രിഗറിൽ അമർന്നു. സൈലൻസർ ഘടിപ്പിച്ചിരുന്നതുകൊണ്ട് വെടിപൊട്ടിയ ശബ്ദം ആരും കേട്ടില്ല. തന്റെ ലക്ഷ്യം തെറ്റിയെന്നും ബുള്ളറ്റ് ഭിത്തിയിലാണ് തറച്ചതെന്നും റോയി അറിഞ്ഞു. എന്തെങ്കിലും ഒരു ചലനമുണ്ടായാൽ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നിറയൊഴിക്കുവാൻ തയ്യാറായി അദ്ദേഹം നിന്നു. എതിരാളിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിനു മുമ്പ് ശക്തമായ ഒരടി റോയിയുടെ മുഖമടച്ച് കിട്ടി. അത് അപ്രതീക്ഷിതമായിരുന്നത് കൊണ്ട് അദ്ദേഹം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി. കൊടുങ്കാറ്റിന്റെ വേഗതയിൽ എന്തോ ഒന്ന് പുറത്തേക്ക് പാഞ്ഞുപോയി. അത് ആ രൂപമാണെന്ന് റോയിക്ക് നിശ്ചയമുണ്ടായിരുന്നു. പക്ഷേ സത്വത്തിന്റെ പ്രഹരത്തിൽ ഭിത്തിയിലേക്ക് ചാഞ്ഞുപോയ അദ്ദേഹത്തിന് അതിനെ പിന്തുടരാൻ കഴിഞ്ഞില്ല. പോക്കറ്റിൽ നിന്നും പെൻടോർച്ച് എടുത്ത് അദ്ദേഹം പ്രകാശിപ്പിച്ചു. ഡോക്ടർ ഗോപികുമാർ തറയിൽ കമിഴ്ന്നു കിടപ്പുണ്ട്. ഒരു പക്ഷേ ഡോക്ടർ അന്ത്യശ്വാസം വലിച്ചോ എന്നറിയുവാനായി റോയി അദ്ദേഹത്തിന്റെ നാഡിമിടിപ്പ് പരിശോധിച്ചു. തൽക്കാലം അബോധാവസ്ഥയിൽ കാര്യങ്ങൾ അവശേഷിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഇതേപോലെ ഒരനുഭവം കൂടി ഉണ്ടായാൽ അത് ഡോക്ടറുടെ അന്ത്യമായിരിക്കുന്നുവെന്ന് കൂടി റോയി ചിന്തിച്ചു. എന്തായാലും ആ ഭീകരൻ തന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്ത നിമിഷം റോയിയുടെ ചിന്ത മറ്റൊരു വഴിക്ക് തിരിഞ്ഞു. പെട്ടെന്ന് അദ്ദേഹം പുറത്തേക്കിറങ്ങി. ശക്തി കൂടിയ ആ പെൻടോർച്ചിന്റെ പ്രകാശം ആ പ്രദേശമെല്ലാം മാറി മാറി ചിതറി വീണു. വാച്ചർ എവിടെ? അയാളുടെ അന്തർധാനം അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. സത്യത്തിൽ താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. വാച്ചർ അപ്രത്യക്ഷനായെന്ന് ബോധ്യമായപ്പോൾ തങ്ങൾ അങ്ങോട്ട് വന്ന രംഗം റോയിയുടെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞു വന്നു. അയാൾ ഉറങ്ങുന്നതായി അഭിനയിച്ചതായിരിക്കണം. കൃത്യമായ കണക്കുകൂട്ടലുകളോടെ കരുതിക്കൂട്ടി ചെയ്ത വേലത്തരങ്ങളാണ് ഇതെല്ലാം. അയാൾ മുറി തുറന്നിട്ട് പിന്നിലേക്ക് മാറിയപ്പോൾ തന്നെ ഇവിടെ നിന്നും പോയിരിക്കണം. അയാൾ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട്
കൂട്ടുകാരനെ രക്ഷപ്പെടുത്തുകയും സ്വയം രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ നിശ്ചയമായും അയാൾ ഇവിടുത്തെ സ്ഥിരം വാച്ചറായിരിക്കില്ല. പോലീസ് പാർട്ടി നിൽക്കുന്നിടത്തേക്ക് നടക്കുന്നതിനിടയിൽ റോയ് ചിന്തിക്കുകയായിരുന്നു. തന്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാണെങ്കിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതശരീരം എവിടെ? അത് ആർക്ക് എങ്ങനെ അവിടെ നിന്ന് മാറ്റാനാവും? അപ്പോൾ പിന്നെയും ചിന്താകുഴപ്പത്തിലാവുന്നു. കുറച്ച് അകലെയായി കണ്ണാടി ജനാലയിലൂടെ കണ്ട ചെറിയ വെളിച്ചത്തിനടുത്തേക്ക് റോയ് നടന്നു. അത് നഴ്സിംഗ് റൂമായിരുന്നു. 2 മിനിറ്റുകൾ അവിടെ ഉണ്ടായിരുന്ന നഴ്സിനെയും കൂട്ടി അദ്ദേഹം മെയിൻ സ്വിച്ച് സ്ഥാപിച്ചിരുന്നിടത്തേക്ക് നീങ്ങി. അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. റോയി അത് ഓൺ ചെയ്യാത്ത താമസം ഹോസ്പിറ്റൽ കെട്ടിടത്തിലെ ലൈറ്റുകളെല്ലാം പ്രകാശമാനമായി. പോലീസ് ഓഫീസർമാർ തികച്ചും അസ്വസ്ഥരായി നിൽക്കുകയായിരുന്നു. മോർച്ചറിയുടെ ഭാഗത്ത് എവിടെയോ നിന്നും ഒരു ശബ്ദം അവർ കേട്ടിരുന്നു. അങ്ങോട്ട് പോകാനായി ഇൻസ്പെക്ടർ ഏതാനും ചുവടുകൾ വച്ചതാണ്. പക്ഷേ പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞതുകൊണ്ട് അദ്ദേഹം ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു. എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ട് അവർ നിന്നപ്പോൾ റോയ് അങ്ങോട്ട് ചെന്നു. ഡോക്ടർ ഗോപികുമാർ എവിടെ റോയ്? നരേന്ദ്രനാഥ് ആകാംക്ഷയോടെ ചോദിച്ചു. അദ്ദേഹം മോർച്ചറിയിലുണ്ട്. അബോധാവസ്ഥയിലാണ്. പെട്ടെന്നൊരു ഷോക്കുണ്ടായതാണ്. പേടിക്കാനൊന്നുമില്ല, ഒറ്റ ശ്വാസത്തിൽ റോയ് പറഞ്ഞു നിർത്തി. എന്നിട്ട് ഒരു കോൺസ്റ്റബിളിന്റെ നേർക്ക് തിരിഞ്ഞു. ദാ ആ വെട്ടം കാണുന്നത് നഴ്സസ് റൂമാണ്. അവരോട് കുറച്ച് തണുത്ത വെള്ളം വാങ്ങിക്കൊണ്ടുവരൂ. കോൺസ്റ്റബിൾ പോയി 3 മിനിറ്റിനകം വെള്ളവുമായി വന്നു. SIയെയും 2 കോൺസ്റ്റബിൾമാരെയും അവിടെ നിർത്തിയിട്ട് അവർ മോർച്ചറിയിൽ ചെന്നു. ഡോക്ടർ ഗോപികുമാറിന് അപ്പോഴും ബോധം വീണിരുന്നില്ല. മുഖത്തേക്ക് 2-3 പ്രാവശ്യം ശക്തിയായി വെള്ളമടിച്ചപ്പോൾ അദ്ദേഹം കണ്ണുകൾ തുറന്നു. ചുറ്റും കൂടി നിന്നവരെ ഭയത്തോടെ നോക്കി. പിന്നെയും 2 മിനിറ്റുകൾ കൂടി വേണ്ടി വന്നു അദ്ദേഹത്തിന് ബോധം കിട്ടാൻ. ഇനി ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്താനുള്ള മാനസികാവസ്ഥ ഗോപികുമാറിനുണ്ടാവില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നി. പോസ്റ്റ്മോർട്ടം റൂമിന് 2 പോലീസുകാരെ കാവൽ നിർത്തിയിട്ട് ബാക്കിയുള്ളവർ മടങ്ങി. നരേന്ദ്രനാഥിനെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയിട്ട് താൻ വീട്ടിൽ പോകാമെന്ന് റോയ് കരുതി. പോലീസ് ജീപ്പിൽ പോയിക്കൊള്ളാമെന്ന് ചീഫ് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് അംഗീകരിച്ചില്ല. പോർച്ചിൽ ജീപ്പ് നിർത്തി നരേന്ദ്രനാഥ് ഇറങ്ങി. വണ്ടി തിരിക്കാൻ തുടങ്ങിയ റോയി പെട്ടെന്ന് എന്തോ കണ്ണിൽ പെട്ടിട്ടെന്ന പോലെ താഴെ ഇറങ്ങി. പൂമുഖത്തെ മിൽക്കി ബൾബിന്റെ പ്രകാശത്തിൽ രക്തം ചിതറി വീണിരിക്കുന്നത് അദ്ദേഹം കണ്ടു. ചീഫിന്റെ ദൃഷ്ടിയിലും അത് പെട്ടു. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞും ഇവിടെ എന്തോ നടന്നെന്ന് തോന്നുന്നു. ചീഫ് സംശയഭാവത്തിൽ റോയിയെ നോക്കി. അതിനു മുമ്പുള്ളതാണെന്ന് തോന്നുന്നു. റോയി നെറ്റിയിൽ വിരലോടിച്ചുകൊണ്ട് തുടർന്നു. രോഷ്നി കൊല്ലപ്പെട്ട അതേ മിനിറ്റിൽ ഞാൻ പുറത്തേക്ക് നിറയൊഴിച്ചിരുന്നു. ഘാതകന്റെ ശരീരത്തിൽ എവിടെയോ വെടിയേറ്റിട്ടുണ്ട്. അങ്ങനെ വീണ രക്തമായിരിക്കണം ഇത്. തിരക്കിനിടയിൽ നമ്മളിത് ശ്രദ്ധിക്കാതെ പോയതാവാം. അപ്പോൾ അതാണ് ശരി. എന്തായാലും താങ്കൾ ഇനി പോയിക്കോളൂ. നമുക്ക് രാവിലെ സംസാരിക്കാം. ഞാൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകും. അതിനിടെ റോഷിനിയെക്കുറിച്ച് ചില അന്വേഷണങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. റോയി ഗുഡ് നൈറ്റ് പറഞ്ഞ് ജീപ്പിൽ കയറി. ആ വണ്ടി ഗേറ്റ് കടന്ന് അപ്രത്യക്ഷമായതിനു ശേഷമാണ് നരേന്ദ്രനാഥ് വീട്ടിനുള്ളിലേക്ക് കയറിയത്. ആ പോലീസ് ഓഫീസറുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. കൊലപാതകങ്ങളുടെ തുടക്കവുമായാണ് ആ ഒറാങ്ങുട്ടാൻ അപ്രത്യക്ഷമായിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ഇനിയും എത്രയോ കൊലപാതകങ്ങൾ ഉണ്ടായേക്കാമെന്ന് നിശ്ചയിക്കാനാവില്ല. ചിന്തകൾ തീർത്ത ചിലന്തി വലകളുമായി അദ്ദേഹം എപ്പോഴോ ഉറങ്ങി. റോയി നേരെ വീട്ടിലേക്കാണ് ജീപ്പ് ഓടിച്ചത്. റോഷ്നി താമസിച്ചിരുന്നുവെന്ന് പറഞ്ഞ വീടും പരിസരവും ഏതാണെന്നും അവൾ പറഞ്ഞത് സത്യമാണോ എന്നും നേരം വെളുത്തിട്ട് അന്വേഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒറാങ്ങുട്ടാൻ എന്ന ആൾക്കുരങ്ങിന്റെ ചിത്രം അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു നിന്നിരുന്നു. ജീപ്പ് ഗേറ്റ് കടന്നപ്പോൾ തന്നെ പോർച്ചിൽ കിടന്നിരുന്ന ഫിയറ്റ് കാറിന്റെ നമ്പർ റോയ് ശ്രദ്ധിച്ചു. ഡോക്ടർ ഡെയ്സിയുടെ കാർ. അവൾ എന്തിനായിരിക്കും ഈ സമയം വരെ തന്നെ കാത്തിരിക്കുന്നതെന്ന ആലോചനയോടെയാണ് അദ്ദേഹം ജീപ്പിൽ നിന്നിറങ്ങിയത്. കോളിംഗ് ബെല്ലിന്റെ സ്വിച്ചിൽ വിരൽ അമർത്തുന്നതിനു മുമ്പ് തന്നെ വേലക്കാരൻ ദാമു വന്ന് വാതിൽ തുറന്നു. ഡെയ്സി കൊച്ചമ്മ വന്നിട്ടുണ്ട്. അവന്റെ മുഖത്ത് ആഹ്ലാദം തിരതല്ലുന്നുണ്ടായിരുന്നു. കാരണം ഡെയ്സി എന്ന് വന്നാലും അവന് പോക്കറ്റ് മണിയായി ഒരു 10 രൂപയെങ്കിലും കിട്ടും. മാത്രമല്ല അവൾ വരുമ്പോൾ എന്തെങ്കിലും പലഹാരങ്ങളും പ്രത്യേകമായി കൊണ്ടുവരാതിരിക്കില്ല. സമയം കിട്ടിയാൽ അടുക്കളയിൽ കടന്ന് എന്തെങ്കിലും രീതിയിൽ അവനെ സഹായിക്കാൻ അവൾ മറക്കില്ല. അത് തന്റെ മമ്മിയെ കരുതിയാണെങ്കിലും അതിന്റെ ഫലം അനുഭവിക്കുന്നത് ദാമുവാണ്. കൊച്ചമ്മ സന്ധ്യയ്ക്ക് മുമ്പ് വന്നതാണ്. സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് ഇരിപ്പാണ്. ഡെയ്സി വന്ന കാര്യം പറഞ്ഞിട്ടും അദ്ദേഹം ഒന്നും പറയാതെ നടക്കുന്നത് കണ്ടിട്ട് അവൻ ഒരിക്കൽ കൂടി വിശദീകരിച്ചു നോക്കി. ഒന്ന് മൂളിയതല്ലാതെ അതിനും റോയി ഉത്തരമൊന്നും പറഞ്ഞില്ല. യജമാൻ ഇപ്പോൾ എന്തോ കുഴഞ്ഞു മറിഞ്ഞ കേസിനെ പറ്റിയാണ് ചിന്തിക്കുന്നതെന്ന് അവന് മനസ്സിലായി.
അങ്ങനെയുള്ള അവസരങ്ങളിൽ അദ്ദേഹം കൂടുതൽ സംസാരിക്കുകയില്ലെന്ന് അവനറിയാം. അതുകൊണ്ട് പിന്നെ അവൻ ഒന്നും പറയാതെ അടുക്കളയിലേക്ക് നടന്നു. റോയ് കടന്നു ചെന്നപ്പോൾ മിസ് ഡെയ്സി ഒരു വീക്കിലി മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാൽപെരുമാറ്റം കേട്ടവർ തലയുയർത്തി നോക്കി. പെട്ടെന്ന് അവൾ എഴുന്നേറ്റു. ഒരു മാസ്മര മന്ദഹാസം അവളുടെ ചുണ്ടുകളിൽ തങ്ങി നിന്നിരുന്നു. ഇരിക്കൂ. പിന്നെ ഡോക്ടർ കൊച്ചമ്മ എപ്പോഴെത്തി? ചോദിച്ചുകൊണ്ട് റോയി ഒരു സെറ്റിയിലിരുന്നു. എപ്പോഴിങ്ങെത്തിയാലെന്ത്? ഒരു പോലീസ് ഏമാനെ കാണാൻ എത്ര മണിക്കൂർ കാത്തിരിക്കണമെന്ന് ഒരു കാർഡ് വീടിന്റെ മുന്നിൽ തൂക്കിയാൽ കൊള്ളാം. അവളുടെ ചിരി കേട്ട് റോയി ശബ്ദം താഴ്ത്തി ചിരിച്ചു. കാർഡ് തൂക്കിയിട്ടില്ലെന്നേ ഉള്ളൂ, എങ്കിലും അതിനൊരു കണക്കുണ്ട്. അതൊന്നറിഞ്ഞ ഉപകാരമായിരുന്നു. സാധാരണക്കാർക്ക് 15 മിനിറ്റ്, കൊച്ചമ്മയെ പോലുള്ളവർക്ക് 15 മണിക്കൂർ. അതിരിക്കട്ടെ, ഡേസി എന്തിനാണിപ്പോൾ അത്യാവശ്യമായി? നാളെ രാവിലെ ഞാൻ ബോംബെക്ക് പോവുകയാണ്. അവൾ തമാശ കളഞ്ഞിട്ട് കാര്യമായി പറഞ്ഞു. അവിടെ 3 മാസത്തേക്ക് ഒരു ട്രെയിനിങ് ഉണ്ട്. കഴിയുമെങ്കിൽ അങ്ങ് ബോംബെ വരെ വരണം. ക്ഷമിക്കണം മോളെ, ഞാനൊരു വല്ലാത്ത കേസിൽ പെട്ടിരിക്കുകയാണ്. റോയി ഒരു സിഗരറ്റിന് തീ പിടിപ്പിക്കാനുള്ള സമയമെടുത്തിട്ട് തുടർന്നു. 2 രാത്രികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് 2 കൊലപാതകങ്ങളാണ് നടന്നു കഴിഞ്ഞിരിക്കുന്നത്. അസാധാരണമായ രീതിയിലാണ് അവർ 2 പേരും കൊല്ലപ്പെട്ടത്. എല്ലാറ്റിനും ഉപരി നമ്മുടെ മൃഗശാലയിലുണ്ടായിരുന്ന ഒരേ ഒരു ആൺകുരങ്ങും അപ്രത്യക്ഷമായിട്ടുണ്ട്. അപ്പോൾ വലിയവരായിരിക്കും പിന്നിലുള്ളത്, ഡെയ്സി ഇടയ്ക്ക് കയറി പറഞ്ഞു. അതെ, അവിശ്വസനീയമായി മറ്റു ചില കാര്യങ്ങൾ കൂടി അല്പം മുമ്പുണ്ടായി. അതൊന്നും വിശദീകരിക്കാൻ ഇപ്പോൾ സമയമില്ല. നാളെ നേരം വെളുക്കുമ്പോൾ കേൾക്കാൻ പോകുന്നത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകങ്ങളുടെ വാർത്തയായിരിക്കും. തൽക്കാലം ആ സംഭാഷണം അവിടം കൊണ്ട് അവസാനിച്ചു. ഡോക്ടർ ഡെയ്സി റോയുടെ ഭാവി വധുവാണ്. 2 വീട്ടുകാരുടെയും അനുഗ്രഹാശിസുകളോടെ വിവാഹിതരാകാൻ പോകുന്ന കാമുകി കാമുകന്മാർ. പക്ഷേ പരസ്പരം ഒന്ന് കാണാൻ പോലും വളരെ വിരളമായേ അവർക്ക് അവസരം കിട്ടാറുള്ളൂ. കാരണം മറ്റെന്തിനേക്കാളും ഔദ്യോഗിക ജീവിതത്തിന് അവർ 2 പേരും മുൻതൂക്കം കൊടുത്തിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞിരുന്നതുകൊണ്ട് റോയുടെ നിർദ്ദേശപ്രകാരം ഡെയ്സി അന്ന് അവിടെ തങ്ങി. പിറ്റേന്ന് 4:30 ഫ്ലൈറ്റിനാണ് സീറ്റ് റിസർവ് ചെയ്തിരുന്നത്. വെളുപ്പിനെ ടെലിഫോണിന്റെ തുടരെയുള്ള ബെൽ ശബ്ദം കേട്ടാണ് റോയി ഉണർന്നത്. എഴുന്നേറ്റ് വരുന്നതേ കേൾക്കാൻ പോകുന്ന വാർത്ത അശുഭമായിരിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം റിസീവർ എടുത്ത് ചെവിയോടടുപ്പിച്ചത്. പക്ഷേ മറുവശത്തു നിന്നും പറയുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് തന്നെ റിസീവർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും വഴുതി വീണു. അദ്ദേഹത്തിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകാൻ ശ്രമിക്കുക. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങളുമായി നാളെ കാണാം. നന്ദി.